ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ഹവർ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് കൃഷ്ണപ്രിയ. അപ്പോ ഇന്ന് നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന മോയ്സ്ചറൈസേഴ്സ് ചിലപ്പോൾ നമ്മളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും നമുക്കൊരു ഒരു കംഫർട്ട് തരുന്നതായിരിക്കത്തില്ല, അല്ലെ? അതിലെ കണ്ടന്റുകൾ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അത് മാച്ച് ആകാതെയും. അതെ, നമുക്ക് വീട്ടില് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ മോയ്സ്ചറൈസേഴ്സ് നിർമ്മിക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്, ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ അതിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ, അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ, അങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിനും നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നിർമ്മിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമ്മളുടെ സ്കിന്നിന് വളരെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെമിക്കൽസ് ചേർക്കുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഓരോ സ്കിന്നിനും ഏതൊക്കെ മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ആദ്യം നോക്കാം. നിങ്ങളുടെ ഇതൊരു ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ അലോവേര ജെല്ല് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിൽ തണുപ്പ് ഉണ്ടാവുകയും, അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ള സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അലോവേര ജെല്ല് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഈ മേക്കപ്പ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം മേക്കപ്പ് ഇടുന്ന ടൈമിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രൈമർ കൊടുക്കാറുണ്ട്, അല്ലെ? അപ്പൊ പ്രൈമറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെല്ലൊരു പ്രൈമറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഹണിയാണ്. ഹണി കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും നിങ്ങളുടെ ഫേസിന് നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആയിരിക്കും. ആന്റിബാക്ടീരിയൽ ഗുണങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഈ പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി ഒക്കെ കുറയ്ക്കാനും, എന്തെങ്കിലുമൊക്കെ ആക്നെ പോലെയുള്ള കാര്യങ്ങളും കുറയ്ക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ഈ പറയുന്ന ഓയിലി സ്കിന്നിനെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. ജോജോബ ഓയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഫേസിൽ ഈ പിമ്പിൾസ് വരുന്ന ടെൻഡൻസി ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ പിമ്പിൾസ് ഉണ്ടാവുന്നത് ഈ ഓയിലി സ്കിന്നുകാരെ സംബന്ധിച്ച്. അപ്പൊ ഈ ഓയിലി സ്കിന്നിന്റെ ആ ഒരു സെബം ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോജോബ ഓയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരാനുള്ള ആ ഒരു ടെൻഡൻസിയും കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോജോബ ഓയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഓയിലി സ്കിന്നിനെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും മോർണിംഗും നൈറ്റും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓയിൽ നിങ്ങൾക്ക് കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഓയിലി സ്കിന്നിനെ സംബന്ധിച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ കുറെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് അവരുടെ സ്കിന്ന് ചിലപ്പോൾ ഡ്രൈ സ്കിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആൽമണ്ട് ഓയിൽ ഒക്കെ ബെസ്റ്റ് ആണ്. പക്ഷേ ഓയിലി സ്കിന്നിനെ സംബന്ധിച്ച് ആൽമണ്ട് ഓയിൽ ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ അല്ല. ആൽമണ്ട് ഓയിൽ മാത്രമല്ല, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഷിയ ബട്ടർ, അങ്ങനെയുള്ള കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഓയിൽ ഐറ്റംസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഈ ഓയിലെല്ലാം നിങ്ങളുടെ ആ ഒരു സ്കിന്നിന്റെ ആ ഒരു ഓയിലി സ്കിന്നിന്റെ ഓയിലിനെ വീണ്ടും കൂട്ടുന്ന രീതിയിലാവും. അപ്പൊ പിന്നെ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് വളരെ കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹാർഡായിട്ടുള്ള ഓയിൽ കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇതൊന്നും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഓയിലി സ്കിന്നുകാരെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇല്ലേ, ഓയില് തീരെ ഇല്ലാത്ത സ്കിൻ ടൈപ്പ് ആയിരിക്കും ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്കിന്നിന് നമ്മൾ കുറച്ച് ഓയിലി ആയിട്ട്, നമ്മുടെ ഓയിലി സ്കിന്നാണ് ഏറ്റവും നല്ല സ്കിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കുറച്ച് ഗ്ലോ ആയിട്ട് ഏജിങ് തോന്നിക്കാത്ത ഒരു സ്കിൻ ടൈപ്പ് ആണ് ഓയിലി സ്കിൻ എന്ന് പറയുന്നത്. പക്ഷെ ഡ്രൈ സ്കിന്നിനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ്. കാരണം ഓയിൽ ഒട്ടും തന്നെ
ഉണ്ടായിരിക്കില്ല ആ ഒരു സ്കിന്നിന്. അപ്പൊ നമുക്ക് ഈ ഡ്രൈ സ്കിന്നിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി ഓയിലാക്കി എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഹൈഡ്രേറ്റഡ് ആക്കി നിലനിർത്തുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഡ്രൈ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലി സ്കിന്നിന് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. എന്താ പറയുന്നത്, കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ, അതേപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, ഇതൊന്നും ഓയിലി സ്കിന്നിന് മാച്ച് അല്ല എന്ന് നമ്മൾ പറയുന്ന ടൈമിൽ ഏറ്റവും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ സ്കിന്നിന് കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ, അതേപോലെ തന്നെ നമ്മളുടെ ആൽമണ്ട് ഓയിൽ, ഇതെല്ലാം നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇതിലെ ഫാറ്റി ആസിഡുകൾ നമ്മളുടെ ആ ഒരു സ്കിന്നിന്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഡ്രൈ സ്കിന്നിന് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. ഈ ആൽമണ്ട് ഓയിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ, ഇതൊക്കെ നമ്മളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡ്രൈ സ്കിന്നിനെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷിയ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷിയ ബട്ടറിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ആൻഡ് ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഷിയ ബട്ടർ ആ ഒരു സ്കിന്നിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഏജിങ് സയൻസിനെ ഒക്കെ കുറയ്ക്കാനും ഷിയ ബട്ടർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ സ്കിന്നിനെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ഷിയ ബട്ടർ ആണ്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഏജിങ്ങിനെ കുറയ്ക്കാൻ, ഏജിങ് സയൻസിനെ ഒക്കെ കുറച്ച് നമ്മളുടെ ഒരു സ്കിന്ന് കുറച്ചുകൂടി ചെറുപ്പമാക്കി നിർത്താൻ പറ്റുന്ന ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷിയ ബട്ടർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലോവേര ജെല്ല് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഹണി യൂസ് ചെയ്യാം. കാരണം ഹണിയിലൊക്കെ ആന്റി ബാക്ടീരിയൽ കണ്ടന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഏത് സ്കിന്നിനും മാച്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അലോവേര ആൻഡ് ഹണി എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളുടെ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചൂടുവെള്ളത്തിൽ ഒരിക്കലും വാഷ് ചെയ്യുകയോ നമ്മളുടെ ബോഡിയിലാണെങ്കിൽ പോലും വാഷ് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സ്കിന്നിൽ ചൂടുവെള്ളം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കൂടുതലും നമ്മളുടെ സ്കിന്ന് ഡ്രൈ ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പം അത് നമ്മളുടെ സ്കിന്നിൽ കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചൂടുവെള്ളം അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഡ്രൈ സ്കിന്നുകാർ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് സ്കിൻ കെയർ മസ്റ്റ് ആയിട്ടും പ്രോപ്പർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നൈറ്റിലാണെങ്കിൽ പോലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ഹൈഡ്രേഷന്റെ ആവശ്യം സ്കിന്നിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നൈറ്റ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റ് ഹാവ് ആണ് ഈ പറയുന്ന ഡ്രൈ സ്കിന്നുകാർക്ക്. സോ അതുകൊണ്ടാണ് നിങ്ങളത് മാക്സിമം നൈറ്റ് സ്കിൻ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിന്നിനാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലേ, അധികം ഓയിലി ആയിരിക്കത്തില്ല, എന്നാൽ അധികം ഡ്രൈയും ആയിരിക്കത്തില്ല. ഓയിലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ടീ ഷേപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഓയിൽ നിൽക്കുന്നത്, ബാക്കി ഭാഗം ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ചെറിയ അളവിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഡ്രൈ സ്കിന്നിന്റെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ ആൽമണ്ട് ഓയിൽ, ഷിയ ബട്ടർ, ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടി ഓയിലി ആയി മാറാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓയിലി സ്കിന്നിന് നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടി ഡ്രൈ ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറച്ച് അളവിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ്, അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസേഴ്സ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അലോവേര ജെല്ല് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഹണി യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ജോജോബ ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നിരിക്കും. അതേപോലെ തന്നെ നിങ്ങളും റോസ് വാട്ടർ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിന്നിനെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോ ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, ഏത് സ്കിന്നിനും ഹൈഡ്രേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റോസ് വാട്ടർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ ഈ പറയുന്ന മോയ്സ്ചറൈസേഴ്സ്, നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, ഇതെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആയിട്ട് പോയിട്ടുള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും നമ്മൾക്ക് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ
നിങ്ങൾ മാക്സിമം ഇത് ട്രൈ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.